ഞാൻ തക്കാളിക്ക കറി വയ്ക്കാൻ പോവുക. പഴുത്ത തക്കാളിക്ക ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, കുറച്ച് കടുക്, പിന്നെ കടുക് ഇട്ട് കൊച്ചുള്ളി ഇട്ട് കടുക് വറുത്ത് കടുകിട്ട് ഉള്ളി മൂത്തിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് ശകലം കറിവേപ്പില ഉണ്ട് ഇവിടെ. എനിക്ക് ഈ താഴെ എടുക്കാൻ പോകാനൊരു മടി. അത് കാരണം ഞാൻ ഇത്രയും കറിവേപ്പില കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ടാൽ മതി, എരിയുടെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഇച്ചിരി നല്ലപോലെ അതൊന്ന് മൂക്കണം. സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി വേണേൽ നമുക്ക് ഇച്ചിരി നേരം ഇത് അടച്ച് വയ്ക്കാം. അപ്പം നിങ്ങളെ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനിതിപ്പോൾ അടയ്ക്കുന്നില്ല, ഇളക്കി കൊടുക്കുന്നു. അടച്ചു വെച്ചാൽ ഇച്ചിരി ആവിയിൽ ഇതൊന്ന് വേവും ഇച്ചിരി നേരം. ഇന്ന് നമുക്ക് പഴുത്ത തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം.